നമ്മളെ ഗെയിമിലോട്ട് അപ്ഡേറ്റിങ്ങളൊക്കെ വന്നത് എല്ലാ കൂട്ടരും അറിഞ്ഞൊരു കാര്യം തന്നെ എനിക്കൊക്കെ. അപ്പോൾ ഇന്നലത്തെ ഒരു വീഡിയോയിൽ വേണമെങ്കിൽ നമ്മളെ ഈ ഒരു റോക്കി ബൈക്കിങ്ങളൊക്കെ എടുക്കുന്ന ഒരു വീഡിയോ ചെയ്തപ്പോൾ കുറേ കൂട്ടുകാർ നമ്മളത് പറഞ്ഞിട്ടുണ്ട്, ഇത് മനസ്സിലായില്ല, ഫേക്കാണ്, ഇതൊരിക്കലും നടക്കൂലെന്നൊക്കെ. അപ്പോൾ നമുക്കൊരു ഒരു വീഡിയോ നിങ്ങളൊക്കെ തെറ്റ് പറ്റും, അത് ഇന്നത്തെ ഈ ഒരു നിങ്ങൾ ക്ലിയർ ചെയ്ത് തരാം. പിന്നെ നമ്മൾ ഗെയിമിലോട്ട് പുതിയതായിട്ടുണ്ട് മോഡ് സ്ലോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാലൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മോഡ് സ്ലോട്ടുകളൊക്കെ എന്തിനാണ് ഉപയോഗം, എന്തിനൊക്കെ ചെയ്യാനൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ റോക്കി ബൈക്കിങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്നൊക്കെ ഇപ്പം ഞാൻ ലൈവായിട്ട് എടുത്ത് കാണിച്ചു തരാം. നമ്മൾ റോക്കി ബൈക്ക് ലൈവായിട്ട് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിൽ ഓപ്ഷൻ എടുത്ത് നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് നേരെ കോപ്പിങ്ങാണൊക്കെ ചെയ്ത് ഇവിടെ കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്യുക ഇതൊക്കെ. എന്നിട്ട് ഞാൻ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കട്ട് ചെയ്ത് വിടുക. അപ്പോൾ ഞാൻ ഇവിടെ കുറേ സ്പേസുകളൊക്കെ വിട്ടിട്ട് ടിക്ക് മാർക്കിങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ ടിക്ക് മാർക്കിങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം താഴത്തെ ഒരു ചീറ്റ് മോഡെന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടാക്കി മൊബൈൽ ഡാറ്റ കൺഫേമിൽ ഓൺ ആയിരിക്കണം. ഞാൻ ജസ്റ്റ് ഓൺ ആക്കിയിട്ടില്ലായിരുന്നു, എറർ നിങ്ങളെ കാണിച്ചു. ഒരിക്കൽ കൂടെ ഞാൻ എന്തായാലും ജസ്റ്റ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ടിക്ക് മാർക്കിങ്ങളെ കൊടുത്താൽ പിന്നെ എറർ നിങ്ങളെ കാണിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ കൂടെ ചെയ്തതിന് ശേഷമേ ഫയൽ ലോഡിങ് എന്ന് കാണിക്കത്തുള്ളൂ കേസൊക്കെ. അപ്പം മൊബൈൽ ഡാറ്റ മസ്റ്റായിട്ട് ഓൺ ആയിരുന്നാലും നമുക്ക് ഈ ഒരു ട്രിക്കുകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പേസ്റ്റിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് താഴെ നമ്മൾ മോഡ് ചീറ്റ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ എന്നിട്ട് അവിടെ ഈ ഒരു ലിങ്കുകളൊക്കെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്ത പോലെ തന്നെ ഇവിടെ നിന്ന് പേസ്റ്റിങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. ഞാൻ ചെയ്യണ പോലെ തന്നെ വ്യക്തമായിട്ട് ചെയ്ത് കൊടുത്താലേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. എന്നിട്ട് നേരെ നമ്മൾ ഡയൽ പാഡുകളൊക്കെ ഓപ്പൺ ചെയ്യുക. നമ്മളെ ഫോണിൻ്റെ ഡയൽ പാഡ് ഓപ്പൺ ചെയ്യുക. ഫോണിൻ്റെ ഡയൽ പാഡ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളെ കടിച്ച് ടിക്ക് മാർക്ക് കൊടുത്ത് നമ്മൾ റോക്കി ബൈക്കിങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. നെറ്റ് മസ്റ്റായിട്ട് ഓൺ ആയിരിക്കണം ഗൈസ്, അല്ലെങ്കിൽ ഒരു ട്രിക്കുകളൊന്നും വർക്ക് ആവത്തില്ല. മസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു നെറ്റുകളൊക്കെ എന്തായാലും ഓൺ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ട്രിക്ക് എന്തായാലും വർക്ക് ആവത്തില്ല ഗൈസ്. ഒക്കെ കൺഫേം ആയിട്ട് നെറ്റ് നിങ്ങൾ ഓൺ ആയിരിക്കണം, അല്ലെങ്കിൽ ട്രിക്ക് ഒരിക്കലും വർക്ക് ആവത്തില്ല. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ട്രിക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചീറ്റിങ്ങളൊക്കെ എങ്ങനെ എടുക്കാമെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പം വ്യക്തമാകാനുള്ള കാര്യം പ്രതീക്ഷിക്കുന്നു കേസൊക്കെ. അപ്പം നമ്മൾ 2-3 അടിച്ചു നോക്കുന്നില്ല, ഇതിൽ ഒരു ചീറ്റ് കോഡ്സ് നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം എല്ലാ കൂട്ടരും ആലോചിക്കുന്നൊരു കാര്യം നമ്മളൊരു മോഡ് സ്ലോട്ട് എന്താണ്. അപ്പോൾ ഈ ഒരു മോഡ് സ്ലോട്ട് മോഡ് സ്ലോട്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. അപ്പോൾ ഈ ഒരു മോഡ് സ്ലോട്ടിന് 8 സ്ലോട്ട്സ് ഉണ്ട് കേസ്. ഓക്കെ, 8 സ്ലോട്ടുകളെ കൊണ്ട് ഈ ഒരു മോഡ് സ്ലോട്ട്. അപ്പോൾ അതിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇപ്പം 4ാമത്തെ സ്ലോട്ടിൽ ഇട്ടിട്ട് ഞാൻ പ്ലേയിങ് കള കൊടുക്കാനായിട്ട് പോകണം. അപ്പോൾ 4 എടുത്ത് പ്ലേ കൊടുക്കുകയാണ് കേസൊക്കെ. അപ്പോൾ 8 സ്ലോട്ട് കൺഫേം ആയിട്ട് നമ്മൾ 8 സ്ലോട്ടുകൾക്ക് ഈ ഒരു ഗെയിമിലുണ്ട്. നമ്മൾ ഈ ഒരു ഗെയിമിൽ ഇപ്പോൾ 8 സ്ലോട്ടുണ്ട്. അപ്പോൾ സ്ലോട്ടിൻ്റെ ഉപയോഗം ഞാൻ കാണിച്ചില്ല. 4 ഞാൻ പ്ലേയിങ് കാർഡൊക്കെ കൊടുത്ത് 4ാമത്തെ സ്ലോട്ട് ഇട്ടിട്ട് പ്ലേയിങ് കാർഡൊക്കെ കൊടുത്ത് ടിക്ക് മാർക്ക് കൊടുത്ത് നിങ്ങൾ പ്ലേ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ഇൻ്റർനെറ്റ് മസ്റ്റായിട്ട് ഓൺ ആയിരിക്കണം, അല്ലെങ്കിൽ ട്രിക്ക് വർക്ക് ആവത്തിലേക്ക്. എന്നിട്ട് നിങ്ങൾ ഫോണുകളൊക്കെ എടുത്തിട്ട് നേരെ നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഈ ഹെലിപ്പാഡിൻ്റെ ലിങ്കുകളൊക്കെ കൊടുത്തിട്ട് അത് നേരെ ഇവിടെ ഒന്ന് കോപ്പി ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ചോദ്യചിഹ്നം വരെ ഒന്ന് കട്ട് ചെയ്ത് ടിക്ക് മാർക്കുകളൊക്കെ കൊടുക്കുക കേസൊക്കെ. എന്നിട്ട് നേരെ നിങ്ങൾ ഗെയിമിൻ്റെ ബാക്ക് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്ന് വെച്ചാൽ ഈ ഒരു ഗെയിമിൻ്റെ ബാക്ക് വരെ നെറ്റ് എന്തായാലും മസ്റ്റായിട്ട് ഓൺ ആയിരിക്കും, അല്ലെങ്കിൽ ട്രിക്ക് വർക്ക് ആവത്തില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഒരിക്കൽ കാണിച്ചു നമ്മളെ ഈ ഒരു മോഡ് സ്ലോട്ടിൽ 4ാമത്തെ സ്ലോട്ടിലാണ് കേസ് ഇട്ടേക്കുന്നത്. ഓക്കെ, ഇപ്പം ഈ സ്ലോട്ടിൻ്റെ ഉപയോഗം ഞാൻ കാണിച്ചിരുന്നു നിങ്ങൾക്ക് ഇപ്പം. അപ്പോൾ നമ്മൾ 4ാമത്തെ സ്ലോട്ട് ഇട്ടിട്ട് നേരെ പ്ലേയിങ് കളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ നമ്മൾ ഗെയിമിൽ ഓപ്പൺ ചെയ്ത് ഞാൻ ഇപ്പോൾ വഴി കൊടുത്ത് നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കും. ഞാനൊരു ബൈക്കുകളെ വിളിക്കട്ടെ കേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കോബ്ര ബൈക്കുകളെ ജസ്റ്റ് വിളിക്കുകയാണ്. ഓക്കെ, അപ്പം 44-46 കേസ് നമ്മൾ കോബ്ര ബൈക്കിൻ്റെ ചീക്കോട് വന്നിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് കോബ്ര ബൈക്കുകളൊക്കെ എടുത്തിട്ട് എന്നിട്ട് നേരെ ഞാൻ ഈ പോണ ലൊക്കേഷൻ്റെ അങ്ങോട്ടേക്ക് തന്നെ നിങ്ങൾ മാക്സിമം പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കേസ് ഞാൻ ഈ പോണ വഴി കൊടുത്ത് നിങ്ങൾ പോവാം കേസൊക്കെ. അപ്പോൾ ഞാൻ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴി കൂടെ തന്നെ പോയാൽ നിങ്ങൾക്ക് ആ ഒരു ഹെലിപ്പാഡുകളൊക്കെ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ കേസ് നമ്മൾ ഹെലിപ്പാഡുകളൊക്കെ എത്തിയിട്ടുണ്ട്. എയർപോർട്ടിൽ തന്നെയാണ് കേസ് നമ്മൾ ഹെലിപ്പാഡുകളൊക്കെ വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഹെലിപ്പാഡുകളൊക്കെ ഞാൻ ഇപ്പോൾ തൊട്ടടുത്തൊന്ന് കാണിച്ചിട്ട് അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ ഹെലിപ്പാഡുകളൊക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്ത പോലത്തെ ട്രിക്ക് കൺഫേം അതുപോലെ ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെലിപ്പാഡുകളൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കുറേ കൂട്ടർ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു മോഡ് സ്ലോട്ട് കൊണ്ട് എന്താണ് ഉപയോഗം, അപ്പോൾ ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ മോഡ് സ്ലോട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ 4ാമത്തെ സ്ലോട്ടിലല്ലേ ഇട്ടേക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു 4ാമത്തെ സ്ലോട്ടിലാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 4ാമത്തെ സ്ലോട്ട് നിങ്ങളിപ്പം സാധാരണ ഗെയിം ഓപ്പൺ ചെയ്ത് നമ്മൾ കയറുമ്പം എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഹെലിപ്പാഡിൻ്റെ മോഡ് ഓപ്ഷൻ ഒരിക്കലും കിട്ടത്തില്ല. എന്നിട്ട് നേരെ നിങ്ങൾ മോഡ് സ്ലോട്ടിൽ വന്നിട്ട് 4ാമത്തെ സ്ലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് പ്ലേയിങ് കളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ ഈ ഒരു ഹെലിപ്പാഡുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നതാണ്. അപ്പോൾ 4ാമത്തെ സ്ലോട്ടിൽ മാത്രമായിരിക്കും നമ്മൾ ഹെലിപ്പാഡും കളർ കാണാം. അതെന്തായാലും അടിപൊളി ഒരു ഫീച്ചർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2ാമത്തെ സ്ലോട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചിടാം.
കേസ് നമ്മൾ രണ്ടാമത്തെ സ്ലോട്ടിൽ നിങ്ങളൊക്കെ എടുത്തിട്ടിട്ടുണ്ട്, രണ്ടാമത്തെ സ്ലോട്ട് മതി കേസൊക്കെ. അപ്പോൾ ജസ്റ്റ് ആ രണ്ടാമത്തെ സ്ലോട്ടിൽ നിങ്ങളൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ബ്രിഡ്ജിൻ്റെ നമ്മളെ ബ്രിഡ്ജ് ഉണ്ടല്ലോ, കൺസ്ട്രക്ഷൻ ബ്രിഡ്ജ്, അത് ജസ്റ്റ് ഫില്ല് ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്ലോട്ട് ഇട്ടിട്ട് ഇൻ്റർനെറ്റ് മസ്റ്റായിട്ട് ഓൺ ആയിരിക്കണം, അല്ലെങ്കിൽ ട്രിക്ക് വർക്ക് ആവത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരെ നമ്മൾ ഇൻ്റർനെറ്റ് നിങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മൾ ഈ ഒരു ബ്രിഡ്ജിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ട് അതുമേ ക്ലിക്ക് ചെയ്തിട്ട് ടിക്ക് മാർക്ക് കാണാൻ കൊടുക്കുക കേസൊക്കെ. അപ്പോൾ ബ്രിഡ്ജിന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ടിക്ക് മാർക്ക് കാണാൻ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം കേസ്. ഞാൻ വന്നിട്ട് തന്നെ ഗെയിമിൻ്റെ ബാക്ക് കാണാനൊക്കെ വരാം. എന്ത് നേരെ നമ്മളൊരു ബൈക്ക് എന്തെങ്കിലും എടുക്കുക കേസൊക്കെ. ഞാൻ ഒരു ബൈക്ക് കാണാനൊക്കെ വിളിക്കണം, നമ്മളെ നിഞ്ചേനെ വിളിക്കണം. നിഞ്ചയിലെ നമ്മൾ കോബ്രേനെ വിളിച്ചിട്ടുണ്ട്, എന്തായാലും കുഴപ്പമില്ല, കോബ്ര ഇരിക്കട്ട് കേസ്. ഞാൻ ജസ്റ്റ് കോബ്രങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട്, കോബ്ര ബൈക്കുകളൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പോണ വഴി കൊടുത്ത് നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെ. അപ്പോൾ നമ്മൾ നേരെ നമ്മളെ കൺസ്ട്രക്ഷൻ ലൊക്കേഷൻ അങ്ങോട്ടേക്കാണ് കേസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പോണ കൺസ്ട്രക്ഷൻ ലൊക്കേഷൻ്റെ വഴി കൊടുത്ത് നിങ്ങൾ മാക്സിമം പോകാനായിട്ട് ശ്രമിക്കുക, എങ്കിലേ നിങ്ങൾക്ക് ഈ ഒരു കൺസ്ട്രക്ഷൻ ഏരിയയുടെ ബ്രിഡ്ജ് കംപ്ലീറ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കൺസ്ട്രക്ഷൻ ഏരിയയുടെ ബ്രിഡ്ജിങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ ഒരു ബ്രിഡ്ജ് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ജസ്റ്റ് ഗെയിം ഒന്ന് പൗസ് ചെയ്ത് മാറ്റാം. എന്നിട്ട് നിങ്ങൾ നേരെ നമ്മളെ സാധാ ഒന്നിലിട്ട് മോഡ് സ്ലോട്ട് ഒന്നിലിട്ട് കളിക്കുക വെച്ചാൽ ഈ ഒരു നമ്മളെ ഈ ഒരു ബ്രിഡ്ജ് കിട്ടത്തില്ല. മോഡ് സ്ലോട്ട് 2 കളിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്രിഡ്ജുകൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതാണ് ഈ ഒരു മോഡ് സ്ലോട്ടിനെ കൊണ്ടുള്ള ഉപയോഗം കേസൊക്കെ. അപ്പോൾ നമ്മൾ ഒരിക്കൽ വേറൊന്നുകൂടെ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം, പറ്റുമെങ്കിൽ ഞാൻ വേറൊന്നുകൂടെ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ജസ്റ്റ് നോക്കട്ടെ, വേറെ ഫയൽസ് വല്ലതും നമ്മൾ ഈ പണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് എടുത്ത് കാണിച്ചു തരാം. നമ്മൾ ഇതിൻ്റെ ബൈത്തിട്ട് ഫയൽസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ പാലവും കാണാൻ എന്താ ബ്രിഡ്ജിങ്ങളൊക്കെ അടിപൊളിയായിട്ട് ബ്രിഡ്ജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മോഡ് രണ്ടാമത്തെ സ്ലോട്ട് ഇട്ടാലേ നിങ്ങൾക്ക് ഈ ഒരു ബ്രിഡ്ജിങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. നോർമലായിട്ട് 1 സ്ലോട്ട് ഇട്ടാൽ ഈ ഒരു ബ്രിഡ്ജ് നിങ്ങൾക്ക് കളിക്കാൻ പോലും സാധിക്കില്ല, ബ്രിഡ്ജ് ഇവിടെ കാണത്തില്ല. അതുകൊണ്ട് ഇത് അത്യാവശ്യം കൂൾ ഫീച്ചറാണ് കേസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കാണിച്ചത് നമ്മൾ ഹെലിപ്പാഡുകളൊക്കെ ഇവിടെ തന്നെ കാണും കേസ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും മിക്സ്ഡ് ആയിട്ടാണ് കേസ് വരണത്. കണ്ട കേസ്, ഇപ്പം ഹെലിപ്പാഡ് വന്നിട്ടില്ല, കണ്ട. അപ്പോൾ സോറി, എനിക്ക് ആദ്യം പറഞ്ഞപ്പോൾ ഒരു അബദ്ധം പറ്റിയതാണ്. ഓക്കെ, അപ്പോൾ ഹെലിപ്പാഡ് ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ സ്ലോട്ട് 2ലാണ് കേസ് ബ്രിഡ്ജ് ഇട്ടേക്കുന്നത്, സ്ലോട്ട് 4ലാണ് നമ്മൾ ഹെലിപ്പാഡ് ഇട്ടേക്കുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടാലേ സ്ലോട്ട് 2 ഇട്ടപ്പോൾ നമ്മൾ ഈ ഒരു ഹെലിപ്പാഡ് ഇവിടെ ഇല്ലാത്ത ഡയറക്റ്റ് നമ്മൾ സ്ലോട്ട് 4 കാണാൻ കിട്ടി കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് നമ്മൾ ഹെലിപ്പാഡ് കാണാൻ നമുക്ക് കിട്ടും. ഓക്കെ, സ്ലോട്ട് 4 കാണൊക്കെ ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാനല്ലേ കേസ്, നമ്മൾ സ്ലോട്ട് 4 കാണൊക്കെ ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് നേരെ നമ്മളെ മൊബൈൽ ഡാറ്റ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മൊബൈൽ ഡാറ്റ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. അങ്ങനെ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യുക. മൊബൈൽ ഡാറ്റ നിങ്ങൾക്ക് ഓഫ് ചെയ്തിട്ട് നേരെ ഒരു ബൈക്ക് എന്തെങ്കിലും വിളിക്കുക വെച്ചോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ബൈക്കുകളൊക്കെ വിളിക്കുകയാണ്. നമ്മളെ നിഞ്ചയെ ഞങ്ങൾ വിളിച്ചേക്കുക, നിഞ്ചയല്ല കേസ്, നമ്മൾ R15 ഞങ്ങൾ വിളിച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ R15 നിങ്ങളൊക്കെ ജസ്റ്റ് ഇവിടെ വിളിച്ചിട്ടുണ്ട്. നേരെ നിങ്ങൾ R15 കയറിയിട്ട് നേരെ നമ്മൾ എയർപോർട്ടിൽ പോകുക. അപ്പോൾ സ്ലോട്ട് 4ലാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അവിടെ നമ്മൾ എയർപോർട്ടിൽ നമ്മളെ ഹെലിപ്പാഡ് നമുക്ക് കിട്ടത്തുള്ളൂ സ്ലോട്ട് 4. അപ്പോൾ ഇത് അത്യാവശ്യം കൂൾ ഫീച്ചറാണ് കേസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു, ഈ ഒരു ഫീച്ചറിനെ കുറിച്ച് കൺഫേം ആയിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു കേസ്. ഓക്കെ, അപ്പോൾ ഇതാണ് കേസ് നമ്മൾ 4ാമത്തെ സ്ലോട്ട് ഇട്ടാൽ നമുക്കൊരു ഹെലിപ്പാഡ് കാണാൻ കിട്ടിയത് നിങ്ങൾ കണ്ടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നമ്മളെ ഈ ഒരു മോഡ് സ്ലോട്ടിൻ്റെ ഫീച്ചർ. ഓക്കെ, അപ്പോൾ കേസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴത്തെ സൂപ്പർ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.